നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സുരേഷ് ഗോപിയുടെ പിന്നാലെയാണ്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, നമ്മുടെ ഒപ്പം ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആ ആളൊരു മറുപാളയത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവരേതെങ്കിലും രീതിയിൽ രാഷ്ട്രീയത്തിലോ ഒക്കെ എത്തപ്പെടുകയോ ഒക്കെ ചെയ്താൽ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ വിമർശനവുമായി എപ്പോഴും കൂടുന്ന പതിവില്ല. എന്നാൽ സുരേഷ് ഗോപിയുടെ പിന്നാലെ വച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗണേഷ് കുമാർ. എന്താണ് കാരണം എന്ന് വ്യക്തവുമാകുന്നില്ല. ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും മാധ്യമ സ്ഥാപനങ്ങൾ പരസ്പരം ആക്രമിക്കുന്ന ഒരു പതിവില്ല. സിനിമാ രംഗത്തുണ്ടായിരുന്നപ്പോൾ പരസ്പരം വളരെ സ്നേഹത്തിലുണ്ടായിരുന്ന രണ്ടുപേരാണ് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഗണേഷ് കുമാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് എന്താണ് ഗണേഷ് കുമാറിനെ പ്രകോപിപ്പിച്ചതെന്ന് വ്യക്തമാകുന്നില്ല. സുരേഷ് ഗോപി മത്സരിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ അല്ലെങ്കിൽ BJP-യിലേക്ക് എത്തിയ അന്ന് മുതൽ നിരന്തരമായി സുരേഷ് ഗോപി ആക്രമിക്കാൻ ഒരു വിഭാഗം കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. സുരേഷ് ഗോപി ഒരു നല്ല പൊളിറ്റീഷ്യനാണ് എന്ന അഭിപ്രായം എനിക്കില്ല. സുരേഷ് ഗോപി ഒരു കൃത്യമായ അല്ലെങ്കിൽ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവുമല്ല. പക്ഷെ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അദ്ദേഹം ഇത്രയും കാലം സമൂഹത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ നോക്കിയാൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലർക്കും പലതരത്തിലുള്ള പ്രവർത്തന ശൈലികളും പ്രവർത്തന രീതികളും ഒക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ഞാൻ പക്വതയോടെ ഇടപെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരാൾ പക്വതയോടെ ഇടപെടുന്നുണ്ടാവില്ല. അതിനെയൊക്കെ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ കൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് ശരിയായ നടപടിയുമല്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്കുള്ള പല ഗുണങ്ങളും ഗണേഷ് കുമാറിനില്ല. ഗണേഷ് കുമാറിനുള്ള പല ഗുണങ്ങളും സുരേഷ് ഗോപിക്കും ഉണ്ടാകാൻ വഴിയില്ല. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗണേഷ് കുമാർ വർഷങ്ങളോളമായി പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചു വന്ന ഒരാൾ കൂടിയാണ്. അതുകൂടാതെ ഒരു രാഷ്ട്രീയം കണ്ടുവളർന്ന ഒരു രാഷ്ട്രീയക്കാരനായ അച്ഛൻ്റെ മകനുമാണ്. അത്രത്തോളം രാഷ്ട്രീയ പക്വത ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ഉണ്ടാകാനിടയില്ല. പക്ഷെ അദ്ദേഹത്തെ ജനങ്ങൾ നെഞ്ചേറ്റി എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മളെതിരും കണ്ടത്. സിനിമയിൽ വന്ന ശേഷം അദ്ദേഹം നടനായിരിക്കുമ്പോഴും അതിനുശേഷവും അദ്ദേഹം ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. ഒരു ജനപ്രതിനിധി എന്ത് ചെയ്യണമോ ആ കാര്യങ്ങൾ അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയവും ആർക്കും വേണ്ട. അദ്ദേഹത്തിന് ഒരു പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലോ ഒന്നും അഭിനയിക്കാൻ അറിയില്ലായിരിക്കും. നമുക്കറിയാം, സ്വന്തം കാശ് ഉപയോഗിച്ച് താൻ സ്വന്തമായി ഉണ്ടാക്കുന്ന കാശ് ഉപയോഗിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. നേരെ മറിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ, കെ ബി ഗണേഷ് കുമാറിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടികളുടെ ആസ്തി കുടുംബപരമായി തന്നെ ഉള്ള ഒരാളാണ്. പക്ഷേ ഇന്ന് വരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ 5 പൈസ ആർക്കെങ്കിലും കൊടുത്ത് സഹായിച്ചതായുള്ള ഒരു കാര്യം നമുക്ക് കേൾക്കുന്നില്ല. എവിടെയോ ആർക്കോ 1-2 വീട് അത് സുരേഷ് ഗോപിയൊക്കെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഗണേഷ് കുമാറിനെ കുറിച്ച് അത്ര നല്ല ഇമേജ് ഇല്ല. ഇനി ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് വ്യക്തിപരമായ തൻ്റെ കാര്യങ്ങൾ ആരും നോക്കേണ്ടതില്ല, അല്ലെങ്കിൽ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുക എന്നുള്ളത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല മന്ത്രിയെ വ്യക്തിപരമായി ആക്രമിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ടാവും. ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ അങ്ങനെ നോക്കിയാൽ പോലും ഒരു നല്ല മകനോ ഒരു നല്ല സഹോദരനോ ഒരു നല്ല ഭർത്താവോ ആയിരുന്നില്ല എന്ന് ഗണേഷ് കുമാറിന്റെ അച്ഛൻ്റെ, ഗണേഷ് കുമാറിന്റെ സഹോദരിയുടെ, ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യയുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്കറിയാം. നമ്മളാരും സാധാരണപ്പെട്ട ജനങ്ങളോ മാധ്യമപ്രവർത്തകരോ അല്ല ഗണേഷിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചത്. ഗണേഷിനെ കുറിച്ച് ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരിട്ടറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം യാമിനി തങ്കച്ചിയുമായി അത്യാവശ്യം ഈ കേസ് നടക്കുന്ന കാലത്ത് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന്റെ ചെയ്തികളെക്കുറിച്ച് യാമിനി തങ്കച്ചിയും ആ വീട്ടിലുണ്ടായിരുന്ന അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കുടുംബാംഗത്തെ പോലെ ഉണ്ടായിരുന്ന ഒരു മെയ്ഡ് അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് വളരെ കൃത്യമായി തന്നെ എന്നോട് ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഗണേഷ് കുമാറിന്റെ മകനടക്കം ഒരു ഘട്ടത്തിൽ എൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞ സംഭവം പോലുമുണ്ട്. അന്ന് ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ വിഷയം ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തിരുന്നു കൊണ്ട് ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അച്ഛനോ നല്ല ഒരു മകനോ ഗണേഷ് കുമാറിനെ കുറിച്ച് ഈ ലോകത്ത് ഒരു മാതാപിതാക്കളും പറയാത്ത തരത്തിൽ കൃത്യമായ കാര്യങ്ങൾ ഗണേഷ് കുമാറിന്റെ പിതാവ് തന്നെ പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ബന്ധുക്കളോടോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരോടോ ആരെങ്കിലും അടുത്ത് ചെല്ലുന്ന സഹപ്രവർത്തകരോടോ ഒക്കെ പറയാമെന്നല്ലാതെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല.
അപ്പോൾ തന്നെ ഗണേഷ് കുമാർ ആരാണ് എന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗണേഷ് കുമാറിന്റെ സഹോദരി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ഒരു മാന്യനാണെന്ന്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയുന്നതൊക്കെ നാട്ടുകാർക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് നാട്ടുകാർക്ക് എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ കിരുത്തി കാണിക്കാനുള്ള ശ്രമം ഗണേഷ് കുമാർ നടത്തേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. സുരേഷ് ഗോപി അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്വതയില്ലായ്മ കാരണം അദ്ദേഹത്തെ മാത്രമല്ല, രാഷ്ട്രീയ പക്വതയില്ലായ്മയിലുപരി സുരേഷ് ഗോപി അടുത്ത കാലം വരെ BJP-യിൽ അംഗത്വം എടുക്കുന്നിടം വരെ സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പുകഴ്ത്തിയവരാണ് മാധ്യമങ്ങൾ. സുരേഷ് ഗോപി എന്ന് BJP-യിൽ അംഗത്വം എടുത്തു അന്നു മുതൽ തന്നെ മാധ്യമങ്ങളടക്കം സുരേഷ് ഗോപിക്കെതിരായ സാഹചര്യമുണ്ടായി. അദ്ദേഹം മനസ്സിൽ പോലും ചിന്തിക്കാത്ത വിഷയത്തെ അധികരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു വിഷയം ഉണ്ടാക്കിക്കൊണ്ട് പെൺവിഷയമടക്കം അദ്ദേഹം ഒരു പെണ്ണുപിടിയനാണെന്ന് പോലും വരുത്തി തീർക്കാനുള്ള ശ്രമം സമൂഹത്തിന് മുന്നിലുണ്ടായി. അപ്പോൾ അത്തരത്തിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ താനെന്തോ മഹാനാണെന്നും സുരേഷ് ഗോപി ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നും താൻ ചെയ്യുന്നതാണ് ശരിയെന്നും വാദിച്ച് ഒരു കാര്യവുമില്ല. അത്തരം വാദങ്ങൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് സുരേഷ് ഗോപി എന്തെന്നറിയാം. വരുന്ന തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ഒരു ചെറിയ സംശയം, ഈ സുരേഷ് ഗോപിയുടെ പിറകെ നടന്ന് ഗണേഷ് കുമാറിനെ കുറിച്ച് സുരേഷ് ഗോപി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയുടെ പിറകെ നടന്ന് ആക്രമിക്കുന്നതിന് കാരണം സംസ്ഥാനത്തെ ഒരു മന്ത്രിയായി തനിക്ക് ഒരിക്കലും കേന്ദ്രമന്ത്രിയാകാൻ കഴിയില്ല എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ സാധാരണഗതിയിൽ നമ്മൾ പണ്ടൊക്കെ പറയുമെന്ന് സ്ത്രീകൾക്ക് കുശുമ്പുണ്ടെന്ന്. ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്ത്രീകളൊക്കെ ഒത്തിരി ഒരുപാട് ഡെവലപ്പായി. അപ്പം അത്തരത്തിലൊരു കുശുമ്പ് ഒരങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, അല്ലെങ്കിൽ തനിക്ക് കേന്ദ്രമന്ത്രിയാകാത്തതിൻ്റെ ഇച്ഛാഭംഗമാണോ ഗണേശൻ തീർക്കുന്നതെന്ന് സാധാരണക്കാരന് തോന്നിയാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടും, ഗണേഷ് കുമാറിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും, ഗണേഷ് കുമാറിന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടും, ഗണേഷ് കുമാറിന്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുമൊക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഗണേഷ് കുമാർ എന്ന വൃത്തികെട്ട മനസ്സുള്ള കുശുമ്പും കുന്നായ്മയും പിടിച്ച ഒരാളെ തിരിച്ചറിയാനുള്ള അത്തരത്തിലുള്ള അവസരം ഗണേഷ് കുമാർ ഉണ്ടാക്കാതെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്നേ പറയാനുള്ളൂ.